ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ രണ്ടാളും കൂടി ജസ്റ്റ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 5-5:30 ആ ഒരു ടൈമായിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഡെയിലി ഈ നേരമായാൽ ഇവന് പുറത്തിറങ്ങുന്നത് നല്ലതൊക്കെയാണ്, അത് നമുക്കറിയാലോ. മക്കളെ വളർച്ചയ്ക്കും അല്ലാതെ തന്നെ പ്രകൃതിയായിട്ട് മക്കൾ ഇണങ്ങിച്ചേരുന്നത് ഏറ്റവും നല്ലതാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഇറങ്ങും പോലെ ഇന്നങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡെയിലി ഈ ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ ഞങ്ങൾ ഇതാ ഈ ഒരു വശമെത്തുമ്പോൾ ഇവിടെ നിൽക്കും കേട്ടോ. ഇവിടെ എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ വശത്തായിട്ട് ചെറിയൊരു കോവക്കൻ്റെ വള്ളി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെയിൽ നിറച്ച് ഈ കോവക്കൻ്റെ ഇതാണ് കാണുന്നത്. ഈ ഒരു വശം നിറച്ച് ഇങ്ങനെ ഈ കോവക്കൻ്റെ വള്ളി പടർന്നടിച്ചിക്ക്. അപ്പോൾ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടി പറിച്ചതാട്ടോ. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന ഈ രണ്ട് വശത്തായിട്ട് ഈ വശത്തുണ്ടോയെന്നറിയില്ല, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇല ഉണ്ട്. ഞങ്ങളിവിടെയൊക്കെ അത് കറി വെക്കാറുണ്ട് കേട്ടോ. ചിലർ അതിനെ മുരിങ്ങൻ്റെ ഇല എന്നറിയും, ചുക്കുട്ടീൻ്റെ ഇല എന്നറിയും. ഓരോ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അതുള്ളത് എന്ന്. ഇതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ ഈ ടൈപ്പ് ഇലയാണ് കറി വെക്കുന്ന ഇല എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു പൂവ്, ചിലർക്ക് ഈ പൂവ് കാണിച്ചു തന്നാലായിരിക്കും മനസ്സിലാവുക. ഈ ഇല ഞങ്ങളിവിടെയൊക്കെ കഞ്ഞിവെള്ളത്തിലൊക്കെ ആക്കി താളിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു വശം കുറേ സ്ഥലത്ത് അതുണ്ട്, നമ്മൾ തിരഞ്ഞു പിടിച്ച് പറിക്കണം, അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് ഈ ഒരു ചെറിയ ഭാഗത്തു നിന്ന് ഏകദേശം എത്രത്തോളം ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കാടിനുള്ളിലായിട്ടൊക്കെ ഇതാ ചീരൻ്റെ ഇലയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇലയാണ്. കാടിനുള്ളിലായിട്ടാണ് ഈ ഇല കാണാറുള്ളത്. മഴയൊക്കെ പെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇതിവിടെ മുളച്ച് വരും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളീ പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. എന്താ പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇതിലെത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നോ എത്രത്തോളം കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല. ഇതുപോലെ ഈ കാണുന്ന പുല്ലൊക്കെ നമ്മൾ കാലിപ്പുല്ല് എന്നൊക്കെ പറയും, പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലാണ്. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ പല കൃഷികളും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇഞ്ചി, ഒരു ഭാഗത്ത് മഞ്ഞൾ, പിന്നെ കപ്പ, വാഴ, പല കൃഷികളും. അതുപോലെ കാലിപ്പുല്ല്. ഇവിടെ മെയിനായിട്ടും പശുക്കളെ വളർത്തുന്ന ആൾക്കാർ വളരെ കൂടുതലാട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കാലിപ്പുല്ലുകളും വളർത്തുന്നുണ്ട്. ഇത് വേറൊരു സ്ഥലത്തേക്ക് പോയി ഇതാവുന്ന ഒരു വഴിയാണ് കേട്ടോ. അതിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ചെറിയൊരു കവായി പോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാടൊക്കെ കയറി കിടക്കുകയാണ്. മഴ ആയാൽ ഇത് നല്ല നിറഞ്ഞൊഴുകിക്കൊണ്ട് വെള്ളം പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ കിടക്കുന്ന നോക്കണ്ട. ഡെയിലി മീനുകൾ നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു കവായിൽ നിന്ന് കിട്ടാറുണ്ട്. മറ്റൊരു കൃഷിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, ഈ പച്ച വലയൊക്കെ നെറ്റ് കെട്ടിയിട്ടുള്ള ഇത് എന്ന് പറയുന്നത് നമ്മൾ കുരുമുളകില്ലേ, കുരുമുളകിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വള്ളി കയറി ഇതാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സംഭവങ്ങളാട്ടോ. ഈ വേനൽ മഴയ്ക്ക് ശേഷം ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്. ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടായി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതാട്ടോ ഇത്രത്തോളം നമുക്ക് കറി വെക്കാൻ ഇത്ര മതി, ഇത്രത്തോളം ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വൈകിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.